സഖികെട്ട് സൗദി അറേബ്യ ഇറാനോട് പ്രതികരിക്കുന്നു. സൗദി പ്രദേശത്തിനോ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെ ഇറാൻ ആക്രമണം തുടരുകയാണെങ്കിൽ സൈനിക നടപടികൾക്കായി അമേരിക്കൻ സേനയെ അവിടെ ഉപയോഗിക്കാൻ അനുവദിക്കാൻ സൗദി അറേബ്യ നിർബന്ധിതരാകുമെന്നാണ് പ്രിൻസ് ഫൈസൽ പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിക്കുന്നത്. രാജ്യത്തിന്റെ നിർണായക ഊർജ്ജ സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ തുടരുകയാണെങ്കിൽ റിയാദ് കർശനമായും തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി 28-ന് ഇറാനെതിരായ യുഎസും ഇസ്രയേലും സൈനിക നടപടി ആരംഭിച്ചതു മുതൽ രാജ്യം അംബാസഡർ വഴി ടെഹ്റാനുമായി പതിവായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. സൗദി ഇറാൻ വിദേശകാര്യ മന്ത്രാലയങ്ങൾ അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനകളോട് പ്രതികരിച്ചില്ല. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സൗദി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച 8 ഡ്രോണുകൾ രാജ്യം തടഞ്ഞതായിട്ടാണ് സൗദി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി രാത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. 2026 മാർച്ച് 2-ന് ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിന് ശേഷം സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിയിൽ നിന്ന് പുക ഉയരുന്നത് കാണിക്കുന്ന വീഡിയോകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ പകർപ്പവകാശ നിയമത്തിലെ ക്ലോസ് 27A അനുസരിച്ച് ഉപയോഗിച്ചിരിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചയായി UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെല്ലാം ഇറാനിൽ നിന്നുള്ള കനത്ത ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണത്തിന് വിധേയമായി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. ഇസ്രയേലിനെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് അറബ് രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ട് ടെഹ്റാൻ പ്രതികരിച്ചു. ഇസ്രയേൽ ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ ആക്രമിച്ചു. സൗദി സഹപ്രവർത്തകരുമായും മറ്റ് സൗദി ഉദ്യോഗസ്ഥരുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നും ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ പ്രദേശമോ ജലപാതയോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും റിയാദ് ടെഹ്റാനോട് പൂർണ്ണമായും ഉറപ്പു നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ഒരു അഭിമുഖത്തിൽ അറാഖ്ചി അറിയിച്ചതാണ് ഈ വിവരങ്ങൾ. സിവിലിയൻ ലക്ഷ്യങ്ങളെ ആക്രമിച്ച ഇറാനിയൻ ആക്രമണങ്ങളോടുള്ള പ്രാദേശിക രോഷം ശമിപ്പിക്കാനുള്ള വ്യക്തമായ ശ്രമമായ ടെഹ്റാന്റെ നടപടികൾക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ ശനിയാഴ്ച അയൽ ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമാപണവും നടത്തിയിരുന്നു. ഇറാനെതിരെ ആക്രമണം ഉണ്ടായില്ല എങ്കിൽ അടുത്തുള്ള രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇറാന്റെ താൽക്കാലിക നേതൃത്വ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. 2026 മാർച്ച് 2 തിങ്കളാഴ്ച സൗദി അറേബ്യയിലെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ തീപിടുത്തവും നാശനഷ്ടങ്ങളും നിയന്ത്രിക്കാൻ പ്രവർത്തിക്കുന്ന അഗ്നിശമന സേനാംഗങ്ങളെ വാണ്ടർ നൽകിയ ഈ ഉപഗ്രഹ ചിത്രം കാണിക്കുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇറാന്റെ സായുധ സേനയുടെ ഏകീകൃത പോരാട്ട കമാൻഡായി ഇറാന്റെ ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു പ്രസ്താവനയിൽ അറിയിച്ചത് ഇങ്ങനെയാണ്: മേഖലയിലെ US ഇസ്രയേലി താവളങ്ങളും താൽപര്യങ്ങളും ലക്ഷ്യങ്ങളായി തന്നെ തുടരുന്നു. സൗദി അറേബ്യയ്ക്കും അയൽ ഗൾഫ് രാജ്യങ്ങൾക്കും എതിരായ ആക്രമണങ്ങൾ നിർത്തണമെന്ന് റിയാദ് ടെഹ്റാനോട് മുന്നറിയിപ്പ് നൽകിയതായി 2 ഇറാനിയൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചും കഴിഞ്ഞു. ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് അമേരിക്കൻ താൽപര്യങ്ങളെയും അവരുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചതുള്ളതാണെന്ന നിലപാട് വീണ്ടും ഇറാൻ ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്നതായി ഇറാൻ വിശ്വസിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ മേഖലയിലെ US താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നും ചില ഗൾഫ് രാജ്യങ്ങൾ വാഷിംഗ്ടണുമായി പങ്കിടുന്നത് നിർത്തണമെന്നും ടെഹ്റാൻ മറുപടിയായി ആവശ്യപ്പെട്ടു. ഒരു ഇറാനിയൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ വിവരങ്ങൾ. ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങളും ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഉപയോഗിക്കുന്നതായി ആരോപിച്ച് ചില സൈനിക കമാൻഡർമാർ ആക്രമണം തുടരാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് മറ്റൊരു ഇറാനിയൻ വൃത്തങ്ങൾ അറിയിച്ചത്. സമീപ വർഷങ്ങളിൽ ഇറാൻ മുൻ പ്രാദേശിക ബദ്ധവരിയായ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് അയൽക്കാരുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ വിക്ഷേപിച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും മിന്നൽ ആക്രമണത്തിൽ നയതന്ത്ര പ്രചാരണവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനോസ്.